നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റാണ്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചോറിനും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, കനം കുറച്ച് വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാള അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്. അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. അതിങ്ങോട്ട് ഇടാം. ഇനി 2 പച്ചമുളക്, ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണാണ് മല്ലി എടുത്തേക്കണേ. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ ഇത്രയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ 2 തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇടാം. ഇതൊന്നങ്ങ് അടച്ചു കൊടുക്കാം കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ആവി കൊണ്ട് അങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഒന്നങ്ങ് ശരിക്കും ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ഒരു കുഴഞ്ഞ ഒരു ഇത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് പാകമാണോ എന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുറവാണ്. ഇനി ഇങ്ങനെ ഇരുന്ന് ഈ തേങ്ങാപ്പാലൊന്ന് വറ്റി വരണം. ഇപ്പോൾ ഫ്ലെയിം കൂട്ടിയാണ് കേട്ടോ ഇട്ടേക്കണത്. തേങ്ങാപ്പാലൊക്കെ ഇതിലേക്ക് വറ്റി ചേർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കുഴഞ്ഞ പാകത്തിലായി. അപ്പം നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില ഇഷ്ടമുള്ളവരിട്ടാൽ മതി കേട്ടോ. ഞാൻ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമായി എന്നിരിക്കില്ല. ഇനി ഒരു 5 മുട്ടയാണ് നമ്മൾ പുഴുങ്ങിയിട്ട് നടുവ് മുറിച്ച് വെച്ചേക്കണത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഈ സമയത്തൊന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആ മസാലകളൊക്കെ പിടിച്ച് അതിൻ്റെ മണമൊക്കെ അങ്ങ് ശരിക്ക് കിട്ടും. ഇത് കണ്ടോ, നമുക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല കറിയാണ്. ഇത് കണ്ടോ, നല്ല അടിപൊളി കറി, നല്ല ടേസ്റ്റുമാണ് കേട്ടോ.